നോ, നെവർ. എന്റെ കേസ് വാദിക്കാനാണ് സ്വാമിക്ക് അയാളെ ചോദിച്ച ഫീസ് കൊടുത്ത് ഞാൻ വക്കാലത്ത് ഏൽപ്പിച്ചത്. പിന്നെ ആരുടെ സമ്മതത്തോടെയാണ് അയാൾ ഇങ്ങനെ ഒരു കടലാസ് ഉണ്ടാക്കി കൊടുത്തയച്ചത്? ഞാൻ പറഞ്ഞില്ല, 4-5 വർഷമായില്ലേ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പിരിഞ്ഞു ജീവിക്കാൻ തുടങ്ങി. ഇതുവരെ നിങ്ങൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനീ ഡൈവോഴ്സ് കേസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു? ഓഹോ, സണ്ണിച്ചാനുള്ള പക്ഷം ചേർന്നു. കൊള്ളാം. ഇലയ്ക്കും പുള്ളിനും കേടില്ലാത്ത രീതിയിൽ ഇതൊക്കെ അവസാനിച്ചാൽ ഇല്ല, ഇതങ്ങനെ എളുപ്പത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല. അവസാനിപ്പിക്കാൻ നിങ്ങളെക്കാൾ മുമ്പ് ഞാൻ ശ്രമിച്ചതാ. ഒഴിഞ്ഞു മാറിയത് അവളാ. എ കോംപ്രമൈസ് ക്യാൻ ഓൺലി ബി എ ടെമ്പററി ക്യൂർ എന്നായിരുന്നു അവളുടെ മൊഴി. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നോ കോംപ്രമൈസ്. എന്റെ അമ്മയ്ക്ക് ഒരു അസുഖമില്ലായിരുന്നു. എന്റെ കുടുംബജീവിതം തകരുന്ന കണ്ട് മനസ്സുകൊണ്ടാ അവർ മരിച്ചത്. അതിന് കാരണക്കാരി അവളാ. മറന്നിരിക്കുകയായിരുന്നില്ല. എന്നിട്ടിപ്പോ എന്നെ കുത്തുനോക്കാൻ വീണ്ടും ഇറങ്ങിയിരിക്കുക. മിസ്സിസ് സ്വാതി തമ്പുരാനാണ് അവൾ ഇപ്പോഴും. കോടതി അവൾക്ക് ഡൈവോഴ്സ് കൊടുക്കുന്നത് വരെ. അതെങ്കിലും അവൾ ഓർക്കണമായിരുന്നു. ഏതൊരു കോന്തനെ കൊണ്ടുവന്ന് എന്റെ മുമ്പിൽ നിന്ന് കുഴഞ്ഞാടുന്നതിന് മുമ്പ്. ഏതായാലും രണ്ടാൾക്ക് ഒരു വഴി പോകാനാവില്ലെന്ന് അറിഞ്ഞു പിരിഞ്ഞു. അവളുടെ വഴിയിൽ അവൾ ഒരാളെ കണ്ടുമുട്ടി. നിന്റെ വഴിയിൽ നീയും ആരെങ്കിലും കണ്ടുമുട്ടും. അങ്ങനെ സമാധാനിച്ചതങ്ങ് തീർത്തൂടെ? ഇല്ല, ഇതങ്ങനെ എളുപ്പം തീരില്ല. അവള് മൂത്ത് നിറച്ച് കുഴിയിലോട്ട് കാലം നീട്ടിയിരുന്നാലും ഈ ഡൈവോഴ്സ് കിട്ടാതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും. അതെന്റെ ഒരു വാശിയാണ്. എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അവള് വേറൊരുത്തനെയും കല്യാണം കഴിച്ച് അങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട.